നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിലേക്ക് ജനിച്ചത് ഒരു പ്രത്യേക ദിവസത്തിലാണ്. ആ ദിവസം, ആ തീയതി, ആ സംഖ്യകൾ ഇതെല്ലാം വെറും അക്കങ്ങൾ മാത്രമാണോ? അല്ലെങ്കിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില ആത്മീയ സൂചനകൾ അവയിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ? ഇത് പലർക്കും ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്. പുരാതന കാലം മുതൽ തന്നെ സംഖ്യകൾക്ക് ഒരു പ്രത്യേക പ്രാധാന്യം നൽകിയിട്ടുണ്ട്. പല ആത്മീയ പാരമ്പര്യങ്ങളിലും സംഖ്യകളെ പ്രതീകാത്മകമായ അർത്ഥങ്ങളുമായി ബന്ധപ്പെടുത്തി വ്യാഖ്യാനിക്കുന്ന രീതികൾ കാണാം. നമ്മുടെ ജനന തീയതിയിലെ സംഖ്യകൾ നമ്മുടെ സ്വഭാവത്തെക്കുറിച്ചും ജീവിതത്തിൽ പഠിക്കേണ്ട പാഠങ്ങളെക്കുറിച്ചും ചിന്തിക്കാൻ സഹായിക്കുന്ന ആത്മീയ സൂചനകൾ നൽകുന്നു എന്നുള്ളതാണ് സത്യം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നതും അതുതന്നെയാണ്. ചിലപ്പോൾ ദൈവം നമ്മെ ചിന്തിപ്പിക്കുന്നത് ചെറിയ സൂചനകളിലൂടെയാകാം, ചിലപ്പോൾ ഒരു വാക്കിലൂടെ, ചിലപ്പോൾ ഒരു അനുഭവത്തിലൂടെ, ചിലപ്പോൾ ഒരു സംഖ്യയിലൂടെ പോലും. അത്തരം ആത്മീയ കാഴ്ചപ്പാടിൽ നിന്നാണ് ഇന്നത്തെ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ ജനന തീയതി എന്തായാലും അതിലെ ഓരോ സംഖ്യയും ശ്രദ്ധയോടെ നോക്കുക. ഉദാഹരണത്തിന് 1, 2, 3, 4, 5 എന്നിങ്ങനെയുള്ള സംഖ്യകൾ നിങ്ങളുടെ ജനന തീയതിയിൽ ഉണ്ടെങ്കിൽ അവയെക്കുറിച്ച് ആത്മീയ വിശ്വാസപ്രകാരം എന്തൊക്കെയാണ് പറയപ്പെടുന്നത് എന്ന് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാം. ഒരു കാര്യം കൂടി ഓർക്കുക, ഒരു വ്യക്തിയുടെ ജനന തീയതിയിൽ ഒന്നിലധികം സംഖ്യകൾ ഉണ്ടാകാം. അതിനാൽ വീഡിയോ മുഴുവനായും കാണുക. കാരണം നിങ്ങളുമായി ബന്ധപ്പെട്ട ഒന്നിലധികം ഭാഗങ്ങൾ ഇതിലുണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങളുടെ ജനനസംഖ്യ 15 ആണ് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ 1, 5 ഈ 2 സംഖ്യകളും നിങ്ങളെ സ്വാധീനിക്കും. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ വീഡിയോ കാണുക. ഈ വീഡിയോ 2 ഭാഗങ്ങളായാണ് അവതരിപ്പിക്കുന്നത്. ഇന്നത്തെ ആദ്യ ഭാഗത്തിൽ 1 മുതൽ 5 വരെയുള്ള സംഖ്യകളെ കുറിച്ചുള്ള ആത്മീയ സൂചനകളാണ് നമ്മൾ വിശദമായിട്ട് കാണുന്നത്. രണ്ടാം ഭാഗത്തിൽ 6, 7, 8, 9 കൂടാതെ 0 എന്ന സംഖ്യയുടെ ആത്മീയ വ്യാഖ്യാനങ്ങളും പങ്കുവയ്ക്കുന്നതാണ്. അതുകൊണ്ട് ഈ വീഡിയോ ഒരിക്കലും പകുതിയിൽ നിർത്തരുത്. അവസാന നിമിഷം വരെ കണ്ടാൽ മാത്രമേ നിങ്ങളുടെ ജനന തീയതിയിലെ സംഖ്യയെക്കുറിച്ചുള്ള ആത്മീയ കാഴ്ചപ്പാട് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ സമയം കളയാതെ നമുക്ക് ഇന്നത്തെ ആത്മീയ യാത്ര ആരംഭിക്കാം. ജനന തീയതിയിൽ ഒളിഞ്ഞിരിക്കുന്ന ദൈവിക സൂചനകൾ. അപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യാം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം കൃത്യമായി തോന്നുന്നുണ്ട് എന്നുള്ളതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്ക് ഇതിൻ്റെ ജെന്യൂനിറ്റി, കൃത്യത എത്രമാത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ അത് സഹായിക്കും. ആദ്യം തന്നെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ജനന തീയതിയിൽ 1 എന്ന സംഖ്യ ഉള്ളവരെ കുറിച്ചാണ്. നിങ്ങളുടെ ജനന തീയതി 1, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 21 അല്ലെങ്കിൽ 31 ആണെങ്കിൽ നിങ്ങളുടെ ജനന തീയതിയിൽ 1 എന്ന സംഖ്യയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭാഗം നിങ്ങൾക്കായിരിക്കും. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. ഇവിടെ പറയുന്ന കാര്യങ്ങൾ ആത്മീയ വിശ്വാസങ്ങളുടെയും പരമ്പരാഗത സംഖ്യാ വ്യാഖ്യാനങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ള പൊതുവായ കാഴ്ചപ്പാടുകളാണ്. ഇവ ഭാവി ഉറപ്പിച്ചു പറയുന്നതല്ല. ഓരോ വ്യക്തിയുടെയും ജീവിതം, ദൈവാനുഗ്രഹം, സ്വന്തം പരിശ്രമം, തീരുമാനങ്ങൾ, സാഹചര്യങ്ങൾ എന്നിവയാലാണ് രൂപപ്പെടുന്നത്. അതോടൊപ്പം പല ആത്മീയ പാരമ്പര്യങ്ങളിലും 1 എന്ന സംഖ്യയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. 1 എന്നത് തുടക്കത്തിന്റെ പ്രതീകമാണ്. ഇരുട്ടിന് ശേഷം ഉദിക്കുന്ന ആദ്യ സൂര്യകിരണം പോലെ, ഒരു വിത്ത് മുളയ്ക്കുന്ന ആദ്യ നിമിഷം പോലെ, പുതിയ പ്രതീക്ഷയുടെ പ്രതീകമായാണ് ഈ സംഖ്യയെ പലരും കാണുന്നത്. ജനന തീയതിയിൽ 1 ഉള്ളവർ പലപ്പോഴും ജീവിതത്തിൽ മുന്നിട്ടിറങ്ങാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. മറ്റുള്ളവർ കാത്തു നിൽക്കുമ്പോൾ ആദ്യ ചുവട് വയ്ക്കാൻ ധൈര്യം കാണിക്കുന്ന സ്വഭാവം ഇവർക്കുണ്ടാകും. എന്നാൽ ഈ ധൈര്യത്തോടൊപ്പം ക്ഷമയും വിനയവും ഉണ്ടായിരിക്കണം. കാരണം ഉയരങ്ങളിലേക്ക് നയിക്കുന്ന അനുഗ്രഹങ്ങൾ നിലനിൽക്കാൻ മനസ്സിന്റെ വിനയം അത്യാവശ്യമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം, ഞാൻ ഇത്രയും പ്രാർത്ഥിക്കുന്നു, ഇത്രയും കഷ്ടപ്പെടുന്നു, എന്നിട്ടും എൻ്റെ ജീവിതത്തിൽ മാറ്റം എന്തുകൊണ്ട് വൈകുന്നു? ആ ചോദ്യത്തിന് ആത്മീയ വിശ്വാസത്തിൽ പറയുന്ന ഒരു മറുപടിയുണ്ട്. ദൈവം ചിലർക്ക് അനുഗ്രഹം ഉടൻ നൽകും, ചിലർക്കാകട്ടെ ശരിയായ സമയത്ത് നൽകും. വൈകുന്നത് ഒരിക്കലും ശിക്ഷയല്ല, ഒരുക്കമാണ് എന്നതാണ് ആ കാഴ്ചപ്പാട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് അടഞ്ഞതായി തോന്നുന്ന ഒരു വാതിൽ നാളെ നിങ്ങളുടെ ഏറ്റവും വലിയ അനുഗ്രഹത്തിലേക്കുള്ള വഴിയായിരിക്കാം. അതുകൊണ്ട് പ്രത്യാശ ഒരിക്കലും കൈവിടരുത്.
ഒന്ന് എന്ന സംഖ്യയുള്ളവർക്ക് മറ്റൊരു പ്രത്യേകത കൂടെ പറയപ്പെടുന്നുണ്ട്. ഇവർക്ക് മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനുള്ള കഴിവുണ്ടാകും. സ്വന്തം ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് ധൈര്യം നൽകാൻ കഴിയുന്ന വ്യക്തിത്വം വളരാൻ സാധ്യതയുണ്ടെന്നതാണ് വിശ്വാസം. എന്നാൽ ചിലപ്പോൾ മനസ്സിലെ ആഗ്രഹങ്ങൾ വളരെ വലുതാകാം. ആഗ്രഹങ്ങൾ നല്ലതാണ്, പക്ഷെ അവ ദൈവഹിതത്തോടും നല്ല പ്രവർത്തികളോടും ചേർന്നു നിൽക്കുമ്പോഴാണ് യഥാർത്ഥ സമാധാനം ലഭിക്കുന്നത്. നിങ്ങളുടെ ജനനത്തീയതിയിൽ ഒന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ആത്മീയ ശീലം ഇന്നു തന്നെ ആരംഭിക്കുക. രാവിലെ എഴുന്നേറ്റയുടൻ ദൈവത്തെ നന്ദിയോടെ സ്മരിക്കുക. ഇന്നത്തെ ദിവസം നല്ല വഴിയിലേക്ക് എന്നെ നയിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഈ ചെറിയ ശീലം മനസ്സിന് വലിയ കരുത്തു നൽകുമെന്ന് പലരും അനുഭവമായി പറയുന്നുണ്ട്. കുടുംബാംഗങ്ങളോട് സ്നേഹത്തോടെ സംസാരിക്കുക. മാതാപിതാക്കളുടെ അനുഗ്രഹം വാങ്ങുക. കഴിയുന്നത്ര മറ്റുള്ളവരെ സഹായിക്കുക. കാരണം നന്മ ഒരിക്കലും നഷ്ടമാകില്ല. അത് ഏതെങ്കിലും രൂപത്തില് ജീവിതത്തിലേക്ക് തിരിച്ചെത്തും എന്നുള്ളതാണ് ആത്മീയ വിശ്വാസം. ജീവിതത്തിലെ പരീക്ഷണങ്ങൾ വന്നാൽ ദൈവം എന്നെ കൈവിട്ടു എന്ന് ഒരിക്കലും കരുതരുത്. ചിലപ്പോൾ ഏറ്റവും ശക്തരായവരെയാണ് ദൈവം കൂടുതൽ വലിയ ഉത്തരവാദിത്വങ്ങൾക്കായി ഒരുക്കുന്നതെന്ന് വിശ്വാസമുണ്ട്. നിങ്ങൾ പലതവണ വീണിട്ടുണ്ടാകാം. പലരും നിങ്ങളെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടാകാം. ചില സ്വപ്നങ്ങൾ തകർന്നിട്ടുണ്ടാകാം. എന്നാൽ അതെല്ലാം നിങ്ങളുടെ കഥയുടെ അവസാനമല്ല. ദൈവത്തിൽ വിശ്വാസം നഷ്ടപ്പെടുത്താതെ മുന്നോട്ടു പോകുന്ന ഒരാളുടെ ജീവിതത്തിൽ പുതിയ അധ്യായങ്ങൾ തുറക്കുമെന്നാണ് ആത്മീയ കാഴ്ചപ്പാട്. അതുകൊണ്ട് നിങ്ങളുടെ ജനനത്തീയതിയിൽ 1 എന്ന നമ്പർ ഉണ്ടെങ്കിൽ ഇന്നു മുതൽ ഭയത്തേക്കാൾ വിശ്വാസത്തെ തിരഞ്ഞെടുക്കുക. നിരാശയ്ക്കു പകരം പ്രത്യാശയെ തിരഞ്ഞെടുക്കുക. കോപത്തിനു പകരം ക്ഷമയെ തിരഞ്ഞെടുക്കുക. അഹങ്കാരത്തിനു പകരം വിനയത്തെ തിരഞ്ഞെടുക്കുക. ദൈവാനുഗ്രഹം ലഭിക്കാൻ ഏറ്റവും യോഗ്യത നല്ല മനസ്സാണ്. പ്രാർത്ഥനയോടൊപ്പം സത്യസന്ധമായ ജീവിതവും കരുണയും ക്ഷമയും ചേർന്നാൽ ജീവിതം കൂടുതൽ അർത്ഥവത്താകും. നിത്യവും ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുക. എല്ലാ തളർച്ചയിലും നിങ്ങൾക്ക് വീണ്ടും ഉയർത്തെഴുന്നേൽക്കാനുള്ള ശക്തി ഭഗവാൻ നിങ്ങൾക്ക് നൽകും. നിങ്ങളുടെ ജനനത്തീയതിയിൽ 1 എന്ന നമ്പർ ഉണ്ടെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത്രയും കാര്യങ്ങളാണ് ജനനത്തീയതിയിൽ 1 എന്ന സംഖ്യയുള്ള ആളുകളെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ജനനത്തീയതിയിൽ 2 എന്ന സംഖ്യയുള്ളവരെ കുറിച്ചാണ്. നിങ്ങളുടെ ജനനത്തീയതി 2, 12, 20, 21, 22, 23, 24, 25, 26, 27, 28, 29 എന്നീ സംഖ്യകളിൽ ഏതെങ്കിലും ആണെങ്കിൽ ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. ആത്മീയ കാഴ്ചപ്പാടിൽ 2 എന്ന സംഖ്യയെ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സഹകരണത്തിന്റെയും പ്രതീകമായിട്ടാണ് കണക്കാക്കുന്നത്. ഈ സംഖ്യയുള്ളവർക്ക് മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കാനുള്ള കഴിവ് കൂടുതലായിരിക്കും. കുടുംബ ബന്ധങ്ങൾക്കും സൗഹൃദങ്ങൾക്കും വലിയ വില നൽകുന്നവരായിരിക്കും ഇവരിൽ പലരും. ചിലപ്പോൾ ഒരു ചെറിയ വാക്കുപോലും ഇവരുടെ മനസ്സിനെ ആഴത്തിൽ സ്പർശിച്ചേക്കാം. അതുപോലെ മറ്റുള്ളവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും പങ്കുചേരുന്ന സ്വഭാവവും ഇവരിൽ കാണാനായിട്ട് സാധിക്കും. പലപ്പോഴും സ്വന്തം പ്രശ്നങ്ങളെക്കാൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്കാണ് ഇവർ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അത് നല്ലൊരു ഗുണമാണെങ്കിലും സ്വന്തം മനസ്സിനും വിശ്രമവും കരുതലും നൽകേണ്ടത് അത്രത്തോളം പ്രധാനമാണ്. 2 എന്ന സംഖ്യയുള്ളവർ ചിലപ്പോൾ ജീവിതത്തിൽ വൈകാരികമായ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. തെറ്റിദ്ധാരണകൾ, ബന്ധങ്ങളിലെ അകലം, പ്രതീക്ഷിച്ച സ്നേഹം ലഭിക്കാത്ത അനുഭവങ്ങൾ ഇവ ചിലരുടെ ജീവിതത്തിൽ സംഭവിക്കാം. എന്നാൽ ആത്മീയ വിശ്വാസം പറയുന്നത് എന്താണെന്നറിയാമോ? ഓരോ പരീക്ഷണവും നമ്മളെ കൂടുതൽ ശക്തരാക്കാനുള്ള അവസരമാണ് എന്നതാണ്. മറ്റുള്ളവരെ ക്ഷമിക്കാൻ പഠിക്കുന്ന നിമിഷം മുതൽ മനസ്സിലെ ഭാരം കുറയാൻ തുടങ്ങും. ക്ഷമിക്കുന്നത് തെറ്റ് അംഗീകരിക്കുന്നതല്ല, സ്വന്തം മനസ്സിന് സമാധാനം നൽകുന്നതാണ്. 2 എന്ന സംഖ്യയുള്ളവർക്ക് പ്രാർത്ഥന വലിയ ആശ്വാസമാകുമെന്ന് പലരും വിശ്വസിക്കുന്നു. മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ കുറച്ചു സമയം ദൈവസന്നിധിയിൽ ചിലവഴിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിച്ചേക്കും. കുടുംബത്തിൽ ഐക്യം നിലനിർത്താനുള്ള ഉത്തരവാദിത്വം പലപ്പോഴും ഇവരുടെ തോളിലായിരിക്കും. ചിലപ്പോൾ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ സ്വന്തം സന്തോഷം മറന്നുപോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ഓർക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് പോലെ സ്വയം സ്നേഹിക്കാനും പഠിക്കണം. നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ചവരോട് പ്രതികാരം ചെയ്യുന്നതിന് പകരം ദൈവത്തിന് അത് സമർപ്പിക്കുക. കാരണം മനസ്സിൽ വൈരാഗ്യം സൂക്ഷിക്കുന്നതിനേക്കാൾ സമാധാനം തിരഞ്ഞെടുക്കുന്നതാണ് വലിയ വിജയം. നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾ വന്നിട്ടുണ്ടാകും. ചിലപ്പോൾ വലിയ അത്ഭുതങ്ങൾക്കായി കാത്തിരിക്കുമ്പോൾ ദൈവം ദിവസേന നൽകുന്ന ചെറിയ അനുഗ്രഹങ്ങൾ നമ്മൾ കാണാതെ പോകുന്നു. ഓരോ പ്രഭാതവും ഒരു നല്ല ആരോഗ്യം, ഒരു നേരത്തെ ആഹാരം, സ്നേഹിക്കുന്ന ആളുകൾ, ഇവയെല്ലാം തന്നെ അനുഗ്രഹങ്ങളാണ്.
2 എന്ന സംഖ്യയുള്ളവർ നന്ദിയുള്ള മനസ്സ് വളർത്തുകയാണെങ്കിൽ ജീവിതം കൂടുതൽ സന്തോഷകരമാകുമെന്ന് ആത്മീയ പാരമ്പര്യങ്ങൾ പറയുന്നു. ദിവസവും കുറച്ചു സമയം നിശബ്ദമായിരുന്നു പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വിഷമങ്ങളും കഴിയുന്നത്ര ആളുകളെ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങൾ പറയുന്ന ഒരു നല്ല വാക്കുപോലും ഒരാളുടെ ജീവിതത്തിൽ പ്രത്യാശയുടെ വെളിച്ചമാകാം. ഓർക്കുക, സ്നേഹവും കരുണയും ഒരിക്കലും വെറുതെയാകില്ല. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഒരു നന്മ നാളെ മറ്റൊരു രൂപത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരും. അപ്രതീക്ഷിതമായിട്ടുള്ള ചില തകർച്ചകൾ, ദുഃഖങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അപ്പോഴൊക്കെയും മഹാദേവനെ സ്മരിച്ചുകൊണ്ട് ഓം നമഃശിവായ എന്ന മന്ത്രം ജപിച്ചുകൊണ്ട് മനസ്സിനെ ശക്തമാക്കിക്കൊണ്ട് മുന്നോട്ടു പോവുക. ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളെ തേടിയെത്തും. നിങ്ങളുടെ ജനന തീയതിയിൽ 2 എന്ന സംഖ്യ ഉണ്ടെങ്കിൽ ഓം നമഃശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത്രയും കാര്യങ്ങളാണ് ജനന തീയതിയിൽ 2 എന്ന സംഖ്യയുള്ളവരെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് ജനന തീയതിയിൽ 3 എന്ന സംഖ്യയുള്ള ആളുകളെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളുടെ ജനന തീയതി 3, 13, 23, 30, 31 എന്നിവയിൽ ഏതെങ്കിലും ആണെങ്കിൽ ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. ആത്മീയ വിശ്വാസപ്രകാരം 3 എന്ന സംഖ്യയെ ജ്ഞാനത്തിന്റെയും സൃഷ്ടിപരമായ ചിന്തകളുടെയും സന്തോഷത്തിന്റെയും പ്രതീകമായിട്ടാണ് കണക്കാക്കുന്നത്. ഈ സംഖ്യയുള്ളവർക്ക് പുതിയ ആശയങ്ങൾ ചിന്തിക്കാനും മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്താനും സ്വാഭാവികമായ കഴിവുണ്ടായിരിക്കും. ഒരു ചെറിയ കാര്യത്തിൽ പോലും പ്രതീക്ഷ കണ്ടെത്താൻ ശ്രമിക്കുന്ന മനോഭാവം ഇവരിൽ കാണപ്പെടാം. പലപ്പോഴും മറ്റുള്ളവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിയിക്കാൻ ഇവർക്ക് സാധിക്കും. ഒരു നല്ല വാക്ക് പറയാനും ഒരാളെ പ്രോത്സാഹിപ്പിക്കാനും ഇവർക്ക് താല്പര്യമുണ്ടാകും. അതുകൊണ്ട് തന്നെ ചിലരുടെ ജീവിതത്തിൽ ഇവർ ഒരു അനുഗ്രഹ സാന്നിധ്യമായി മാറുകയും ചെയ്യും. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സൃഷ്ടിപരമായ മനസ്സുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഒരേ സമയം പല കാര്യങ്ങളും ചെയ്യാൻ തോന്നാം. അതിന്റെ ഫലമായി തുടങ്ങിയ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ വൈകിയേക്കാം. അതിനാൽ ഒരു ലക്ഷ്യം തിരഞ്ഞെടുത്ത് അതിൽ സ്ഥിരതയോടെ മുന്നോട്ടു പോകുന്നത് വളരെ പ്രധാനമാണ്. നിങ്ങളുടെ ജനന തീയതിയിൽ 3 എന്ന സംഖ്യ ഉണ്ടെങ്കിൽ ദൈവം നിങ്ങൾക്ക് നൽകിയ കഴിവുകൾ തിരിച്ചറിയാൻ ശ്രമിക്കുക. ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായ അനുഗ്രഹങ്ങളുണ്ട്. ചിലർക്ക് സംസാരിക്കാനുള്ള കഴിവ്, ചിലർക്ക് എഴുതാനുള്ള കഴിവ്, ചിലർക്ക് പഠിപ്പിക്കാനുള്ള കഴിവ്, ചിലർക്ക് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനുള്ള കഴിവ്. ഈ കഴിവുകൾ മറ്റുള്ളവരുടെ നന്മയ്ക്കായി ഉപയോഗിക്കുമ്പോൾ അതിന് കൂടുതൽ അർത്ഥം ലഭിക്കുമെന്നാണ് ആത്മീയ വിശ്വാസം. ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ഒറ്റപ്പെട്ടതായി തോന്നിയേക്കാം. നിങ്ങളെ ആരും മനസ്സിലാക്കുന്നില്ലെന്നൊരു തോന്നലും നിങ്ങൾക്കുണ്ടായേക്കാം. അത്തരം സമയങ്ങളിൽ നിരാശയ്ക്ക് വഴങ്ങരുത്. ദൈവത്തോട് സംസാരിക്കുക. പ്രാർത്ഥന പലപ്പോഴും മനസ്സിലെ ഭാരങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുമെന്ന് വിശ്വാസങ്ങൾ പറയുന്നുണ്ട്. 3 എന്ന സംഖ്യയുള്ളവർക്ക് പഠിക്കാനുള്ള മനസ്സ് കൂടുതലായിരിക്കാം. പുതിയ അറിവുകൾ തേടാനും ജീവിതത്തിൽ വളരാനും അവർ ആഗ്രഹിക്കും. ഈ മനോഭാവം നല്ല വഴിയിലേക്ക് ഇവരെ നയിക്കും. എന്നാൽ അറിവ് വളരുന്നത് പോലെ വിനയവും വളരണം. യഥാർത്ഥ ജ്ഞാനം മറ്റുള്ളവരെ ചെറുതായി കാണുന്നതിലല്ല, എല്ലാവരോടും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറുന്നതിലാണെന്നുള്ളത് ഓർക്കുക. നിങ്ങൾ ഒരു ചെറിയ ആത്മീയ ശീലം സ്വീകരിക്കുക. ഓരോ ദിവസവും കുറച്ചു സമയം ദൈവവചനം വായിക്കുകയോ നാമജപം ചെയ്യുകയോ നിശബ്ദമായി ധ്യാനിക്കുകയോ ചെയ്യുക. മനസ്സിന് ശാന്തതയും വ്യക്തതയും ലഭിക്കാൻ ഇത് സഹായിച്ചേക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല അവസരങ്ങൾ വന്നാൽ നന്ദിയോടെ സ്വീകരിക്കുക. പ്രതിസന്ധികൾ വന്നാൽ അവയെ ഒരു പാഠമായി കാണാൻ ശ്രമിക്കുക. കാരണം ഭഗവാൻ നൽകുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് നല്ലതിന് തന്നെയാണ്. നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തിയുണ്ടെന്നത് ഓർക്കുക. അതുകൊണ്ട് നിരാശ പരത്തുന്ന വാക്കുകളെക്കാൾ പ്രത്യാശ നൽകുന്ന വാക്കുകൾ തിരഞ്ഞെടുക്കുക. നിങ്ങൾ പറയുന്ന ഒരു നല്ല വാക്ക് ഒരാളുടെ ജീവിതത്തിൽ വലിയ മാറ്റത്തിന് കാരണമായേക്കാം. 3 എന്ന സംഖ്യയുള്ളവർക്ക് സന്തോഷം പങ്കിടാനുള്ള മനസ്സുണ്ടെങ്കിൽ ആ സന്തോഷം പല മടങ്ങ് തിരികെ ലഭിക്കും എന്നതാണ് ആത്മീയ വിശ്വാസം. എപ്പോഴും ഓർക്കുക, ദൈവം നൽകിയ കഴിവുകൾ സ്നേഹത്തോടെയും വിനയത്തോടെയും ഉപയോഗിക്കുമ്പോൾ ജീവിതം കൂടുതൽ അർത്ഥവത്താകുന്നു. പ്രാർത്ഥന, നന്ദി, സത്യസന്ധത, നല്ല പ്രവർത്തികൾ ഇവയാണ് യഥാർത്ഥ വിജയത്തിലേക്കുള്ള വഴി. ആ വഴിയിൽ നിങ്ങൾ നേരിടുന്ന തടസ്സങ്ങളെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ഓം ദുർഗാദേവിയെ നമഃ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത്രയും കാര്യങ്ങളാണ് 3 എന്ന സംഖ്യ ജനനത്തീയതിയിലുള്ള ആളുകളെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ജനനത്തീയതിയിൽ 4 എന്ന സംഖ്യ ഉള്ളവരെ കുറിച്ചാണ്. നിങ്ങളുടെ ജനനത്തീയതി 4, 14, 24 എന്നീ സംഖ്യകളിൽ ഏതെങ്കിലുമാണോ എങ്കിൽ ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. ആത്മീയ വിശ്വാസപ്രകാരം 4 എന്ന സംഖ്യയെ സ്ഥിരതയുടെയും അച്ചടക്കത്തിന്റെയും
കഠിനാധ്വാനത്തിന്റെയും പ്രതീകമായിട്ടാണ് കണക്കാക്കുന്നത്. ജനന തീയതിയിൽ 4 പലപ്പോഴും ഒരു കാര്യം പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ ഇഷ്ടപ്പെടാത്തവരായിരിക്കാം. ഒരു ലക്ഷ്യം മനസ്സിലുറപ്പിച്ചാൽ അതിനുവേണ്ടി ക്ഷമയോടെ പരിശ്രമിക്കാൻ ഇവർക്ക് കഴിയും. എന്നാൽ ഇവരുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക പരീക്ഷണവും ഉണ്ടായേക്കാം. ചിലപ്പോൾ അവർ പ്രതീക്ഷിക്കുന്ന വിജയങ്ങൾ വളരെ വൈകിയാണ് ലഭിക്കുന്നത്. മറ്റുള്ളവർ എളുപ്പത്തിൽ നേടുന്ന കാര്യങ്ങൾ സ്വന്തമാക്കാൻ ഇവർക്ക് കൂടുതൽ സമയം എടുക്കേണ്ടി വന്നേക്കാം. ഈ വൈകൽ പലരെയും നിരാശപ്പെടുത്താം. പക്ഷേ ആത്മീയ കാഴ്ചപ്പാട് പറയുന്നത് മറ്റൊന്നാണ്. ദൈവം ഉറച്ച അടിത്തറയുള്ള ജീവിതമാണ് ചിലർക്കായി ഒരുക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില അനുഗ്രഹങ്ങൾ മന്ദഗതിയിലായിരിക്കും എത്തുക. എന്നാൽ ലഭിച്ചാൽ അത് കൂടുതൽ സ്ഥിരതയുള്ളതായിരിക്കാമെന്ന വിശ്വാസമുണ്ട്. നിങ്ങളുടെ ജനന തീയതിയിൽ 4 എന്ന സംഖ്യ ഉണ്ടെങ്കിൽ ഒരു കാര്യം ഒരിക്കലും മറക്കരുത്. നിങ്ങൾ ചെയ്യുന്ന സത്യസന്ധമായ പരിശ്രമം ഒരിക്കലും വെറുതെ ആകില്ല. അതിന്റെ ഫലം എപ്പോൾ ലഭിക്കും എന്ന് നമുക്കറിയില്ല. എന്നാൽ ഓരോ നല്ല ശ്രമവും ജീവിതത്തിൽ ഒരു നല്ല അടിത്തറ പാകുന്നുണ്ടെന്ന് വിശ്വസിക്കുക. 4 എന്ന സംഖ്യയുള്ളവർക്ക് ഉത്തരവാദിത്വ ബോധം കൂടുതലായിരിക്കും. കുടുംബത്തിനും ജോലിക്കും സമൂഹത്തിനും വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ ഇവർ ശ്രമിക്കും. എന്നാൽ ചിലപ്പോൾ സ്വന്തം സന്തോഷം മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന സാഹചര്യവും ഉണ്ടാകാം. അതിനാൽ നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും വിശ്രമം നൽകുക. ആരോഗ്യം സംരക്ഷിക്കുക. കാരണം നിങ്ങൾ ശക്തരായിരിക്കുമ്പോഴാണ് മറ്റുള്ളവർക്കും കരുത്താകാൻ കഴിയുക. ആത്മീയമായി വളരാൻ ദിവസവും ഒരു ചെറിയ പ്രാർത്ഥനാ സമയം മാറ്റിവയ്ക്കുക. ദൈവത്തോട് പറയുക, എനിക്ക് ക്ഷമയും സ്ഥിരതയും നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള ജ്ഞാനവും നൽകണമേ. ഇത്തരം പ്രാർത്ഥനകൾ മനസ്സിനെ കൂടുതൽ ശാന്തമാക്കാൻ സഹായിക്കും. 4 എന്ന സംഖ്യയുള്ളവർക്ക് ചിലപ്പോൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ സംഭവിക്കാം. ആദ്യം അത് ബുദ്ധിമുട്ടായി തോന്നിയാലും പിന്നീട് അതാണ് നല്ലതായിരുന്നതെന്ന് മനസ്സിലാകുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് എല്ലാ മാറ്റങ്ങളെയും ഭയക്കേണ്ടതില്ല. ചിലപ്പോൾ ദൈവം പഴയ വാതിലുകൾ അടയ്ക്കുന്നത് പുതിയ അനുഗ്രഹങ്ങളിലേക്കുള്ള വഴി തുറക്കാനായിരിക്കും. ഇനി മറ്റൊരു പ്രധാന കാര്യം, നിങ്ങളുടെ വാക്ക് പാലിക്കാൻ ശ്രമിക്കുക. സത്യസന്ധത ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്തുകളിൽ ഒന്നാണ്. ആളുകൾ നിങ്ങളുടെ സമ്പത്തിനേക്കാൾ നിങ്ങളുടെ വിശ്വാസ്യതയെ ഓർക്കും. ആവശ്യമുള്ളവരെ സഹായിക്കാൻ കഴിയുമ്പോൾ സഹായിക്കുക. ചെറിയൊരു സഹായം പോലും മറ്റൊരാളുടെ ജീവിതത്തിൽ വലിയ പ്രതീക്ഷ നൽകാം. നിങ്ങളുടെ വീട്ടിൽ മനസമാധാനം നിലനിർത്താൻ ശ്രമിക്കുക. കുടുംബ പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തുക. ഒരുമിച്ച് ദൈവത്തെ സ്മരിക്കുന്ന നിമിഷങ്ങൾ കുടുംബ ബന്ധങ്ങളെ കൂടുതൽ ശക്തമാക്കും. 4 എന്ന സംഖ്യയുള്ളവർ ചിലപ്പോൾ സ്വന്തം വികാരങ്ങൾ തുറന്നു പറയാൻ മടിച്ചേക്കാം. എന്നാൽ മനസ്സിലെ വിഷമങ്ങൾ വിശ്വസിക്കുന്നവരുമായി പങ്കുവയ്ക്കുന്നതും പ്രാർത്ഥനയിൽ ദൈവത്തോട് സമർപ്പിക്കുന്നതും നല്ലതാണ്. ഓർക്കുക, ജീവിതം ഒരു മത്സരമല്ല. ഓരോരുത്തർക്കും ദൈവമൊരുക്കിയ സമയം വ്യത്യസ്തമാണ്. മറ്റുള്ളവരുടെ വിജയവുമായി സ്വന്തം ജീവിതത്തെ താരതമ്യം ചെയ്യാതെ സ്വന്തം വഴിയിൽ വിശ്വാസത്തോടെ മുന്നോട്ടു പോവുക. ദൈവത്തിൽ വിശ്വസിക്കുകയും സത്യസന്ധമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളുടെ പരിശ്രമം ഒരിക്കലും പാഴാകില്ല. ആ ഒരു ആത്മീയ പ്രത്യാശ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ വരുന്ന സമയത്ത് ഓം ഗം ഗണപതിയെ നമഃ എന്ന മന്ത്രം ജപിച്ചുകൊണ്ടേയിരിക്കുക. എല്ലാ തടസ്സങ്ങളെയും നീക്കാനായിട്ട് ഗണപതി ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. നിങ്ങളുടെ ജനന തീയതിയിൽ 4 എന്ന സംഖ്യയുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഓം ഗം ഗണപതിയെ നമഃ എന്ന് രേഖപ്പെടുത്തുക. ഇത്രയും കാര്യങ്ങളാണ് ജനന തീയതിയിൽ 4 എന്ന സംഖ്യയുള്ള ആളുകളെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് ജനന തീയതിയിൽ 5 എന്ന സംഖ്യയുള്ള ആളുകളെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളുടെ ജനന തീയതി 5, 15, 25 എന്നീ സംഖ്യകളിൽ ഏതെങ്കിലും ആണെങ്കിൽ ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. ആത്മീയ വിശ്വാസപ്രകാരം 5 എന്ന സംഖ്യയെ മാറ്റത്തിന്റെയും ചലനത്തിന്റെയും പുതിയ അവസരങ്ങളുടെയും പ്രതീകമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനന തീയതിയിൽ 5 ഉള്ളവരുടെ ജീവിതത്തിൽ ഒരേ രീതിയിലുള്ള സാഹചര്യങ്ങൾ ദീർഘകാലം തുടരണമെന്നില്ല. പുതിയ ആളുകൾ, പുതിയ അനുഭവങ്ങൾ, പുതിയ വഴിത്തിരിവുകൾ എന്നിവ ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഈ മാറ്റങ്ങൾ സന്തോഷം നൽകും, ചിലപ്പോൾ ആശയക്കുഴപ്പവും ഉണ്ടാക്കാം. എന്നാൽ ഓരോ അനുഭവവും ജീവിതപാഠമായി മാറാൻ കഴിയും. 5 എന്ന സംഖ്യയുള്ളവർക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ സ്ഥലങ്ങൾ കാണാനും വ്യത്യസ്തമായ അനുഭവങ്ങൾ സ്വീകരിക്കാനും താല്പര്യം കൂടുതലായിരിക്കും. പക്ഷെ ഇവിടെ ഒരു പ്രധാന മുന്നറിയിപ്പും ആത്മീയ പാരമ്പര്യങ്ങൾ നൽകുന്നുണ്ട്. മാറ്റങ്ങൾ നല്ലതാണെങ്കിലും മനസ്സിന്റെ സ്ഥിരത നഷ്ടപ്പെടുത്തരുത്. ഒരു തീരുമാനമെടുത്താൽ അതിനെക്കുറിച്ച് നന്നായി ചിന്തിക്കുക. ആവേശത്തിലെടുത്ത തീരുമാനങ്ങൾ പിന്നീട് വിഷമമുണ്ടാക്കാതിരിക്കാൻ വിവേകത്തോടെ മുന്നോട്ടു പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ പല അവസരങ്ങളും വന്നിട്ടുണ്ടാകാം. ചിലത് നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടാകും, ചിലത് നഷ്ടമായിട്ടുണ്ടാകും.
നഷ്ടപ്പെട്ട അവസരങ്ങളെക്കുറിച്ച് നിരന്തരം വിഷമിക്കുന്നതിനേക്കാൾ ദൈവം ഇനി തുറന്നു വയ്ക്കുന്ന പുതിയ വാതിലുകളെ ശ്രദ്ധിക്കാൻ പഠിക്കുക. ആത്മീയ വിശ്വാസം പറയുന്നത് ഓരോ അവസാനത്തിനും ശേഷം ഒരു പുതിയ തുടക്കമുണ്ടാകുമെന്നാണ്. 5 എന്ന സംഖ്യയുള്ളവർക്ക് ആശയവിനിമയ ശേഷി നല്ലതായിരിക്കാം. മറ്റുള്ളവരുമായി എളുപ്പത്തിൽ സൗഹൃദം സ്ഥാപിക്കാനും നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാനും കഴിയുന്നവരായിരിക്കാം. എന്നാൽ എല്ലാവരെയും ഒരുപോലെ വിശ്വസിക്കുമ്പോൾ ചിലപ്പോൾ നിരാശ അനുഭവിക്കേണ്ടി വരാം. അതുകൊണ്ട് സ്നേഹത്തോടൊപ്പം വിവേകവും ആവശ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ആരെയാണ് അടുത്തു നിർത്തേണ്ടത്, ആരിൽ നിന്ന് അകലം പാലിക്കണം, ഈ തിരിച്ചറിവ് ദൈവത്തോട് പ്രാർത്ഥിച്ച് നേടാൻ ശ്രമിക്കുക. ദിവസവും രാവിലെ ഒരു ചെറിയ പ്രാർത്ഥന ചെയ്യുക. ദൈവമേ, എനിക്ക് ശരിയായ വഴി തിരിച്ചറിയാനുള്ള ജ്ഞാനവും തെറ്റായ തീരുമാനങ്ങളിൽ നിന്ന് എന്നെ കാത്തു സൂക്ഷിക്കാനുള്ള കൃപയും നൽകണമേ. ഇത്തരം ആത്മാർത്ഥമായ പ്രാർത്ഥന മനസ്സിന് ആത്മവിശ്വാസം നൽകും. 5 എന്ന സംഖ്യയുള്ളവർ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാൻ ശ്രമിക്കും. അതിന്റെ ഫലമായി ക്ഷീണവും മാനസിക സമ്മർദ്ദവും അനുഭവിക്കാം. അതിനാൽ ജീവിതത്തിൽ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തുക. ജോലിക്ക് സമയം നൽകുന്നത് പോലെ കുടുംബത്തിനും പ്രാർത്ഥനയ്ക്കും വിശ്രമത്തിനും സമയം നൽകുക. മറ്റൊരു കാര്യം, നിങ്ങളുടെ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. ചിലപ്പോൾ ഒരു വാക്ക് ഒരു ബന്ധം രക്ഷിക്കും, മറ്റൊരു വാക്ക് ഒരു ബന്ധം തകർക്കുകയും ചെയ്യും. അതുകൊണ്ട് കഴിയുന്നത്ര സ്നേഹത്തോടെ സംസാരിക്കുക. നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്കായി നന്ദി പറയുന്ന ശീലം വളർത്തുക. നന്ദിയുള്ള മനസ്സിൽ സമാധാനം വളരാൻ സാധ്യത കൂടുതലാണ്. 5 എന്ന സംഖ്യയുള്ളവർക്ക് യാത്രകൾ, പുതിയ തുടക്കങ്ങൾ, ജീവിതത്തിലെ മാറ്റങ്ങൾ എന്നിവ പതിവായി വന്നേക്കാം. അവയെ ഭയക്കാതെ ദൈവത്തിൽ വിശ്വാസം വെച്ച് മുന്നോട്ടു പോവുക. ഓർക്കുക, ജീവിതത്തിലെ എല്ലാ മാറ്റങ്ങളും ദോഷകരമല്ല. ചില മാറ്റങ്ങൾ ദൈവം ഒരുക്കിയ വലിയ അനുഗ്രഹങ്ങളിലേക്കുള്ള വഴിത്തിരിവുകളാകാം. നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും വരുന്ന സമയത്ത് ഓം നമോ നാരായണായ എന്ന മന്ത്രം ജപിച്ചുകൊണ്ടേയിരിക്കുക. ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകും. നിങ്ങളുടെ ജനനത്തീയതിയിൽ 5 എന്ന സംഖ്യയുണ്ടെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത്രയും കാര്യങ്ങളാണ് 5 എന്ന സംഖ്യ ജനനത്തീയതിയിലുള്ള ആളുകളെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇതോടെ ഈ ഒരു 1-ാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. 2-ാം ഭാഗത്തിൽ ജനനത്തീയതിയിൽ 6, 7, 8, 9 കൂടാതെ 0 എന്ന സംഖ്യയുള്ളവരുടെ ദൈവിക സൂചനകളെ കുറിച്ച് വിശദമായി സംസാരിക്കുന്നതാണ്. അപ്പോൾ ആ വീഡിയോയും ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നന്ദി.